ഉത്തർപ്രദേശിൽ ആരാധനാലയങ്ങളിലെ ഉച്ചഭാഷിണി ഉപയോഗത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പുമായി വീണ്ടും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഹോളി ആഘോഷങ്ങളിൽ ഉയർന്ന ശബ്ദത്തിലുള്ള ഡിജെകൾ നിരോധിക്കാനും ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാരിന്റെ ഗസറ്റ് ഹൌസായ സർക്യൂട്ട് ഹൌസിൽ വികസന പദ്ധതികളും ക്രമസമാധാന പാലനവും അവലോകനം ചെയ്യുന്നതിനിടെയായിരുന്നു ഉച്ചഭാഷിണി ഉപയോഗത്തിനെതിരെയുള്ള മുന്നറിയിപ്പ്. ഹോളി ആഘോഷങ്ങളിൽ ഉച്ചത്തിലുള്ള ഡിജെ പാർട്ടി വേണ്ട. സമാധാനവും ഐക്യവുമുള്ള അന്തരീക്ഷത്തിൽ ഹോളി ആഘോഷിക്കണം. ആഘോഷങ്ങൾക്കിടെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കർശന ജാഗ്രത പാലിക്കണമെന്നും യോഗി ആവശ്യപ്പെട്ടു. ഓരോ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഏറ്റവും കുപ്രസിദ്ധരായ 10 കുറ്റവാളികളെ തിരിച്ചറിയണമെന്നും അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ഉദ്യോഗസ്ഥരോട് ഉത്തരവിട്ടു. സംസ്ഥാനത്ത് സുരക്ഷ കർശനമാക്കുന്നതിന്റെ ഭാഗമായി ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, വാണിജ്യ സ്ഥാപനങ്ങൾ തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ യോഗി ആദിത്യനാഥ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കന്നുകാലി കള്ളക്കടത്ത് കർശനമായി നിരീക്ഷിക്കുകയും അതിൽ പങ്കാളികളാകുന്ന കള്ളക്കടത്തുകാർ, വാഹന ഉടമകൾ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ കർശന നടപടിയെടുക്കുകയും വേണം. സംസ്ഥാനത്ത് കന്നുകാലി കള്ളക്കടത്ത് നിരോധനം ഫലപ്രദമായി നടപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ജില്ലാതല അവലോകനങ്ങൾ നടത്താൻ സോൺ ADG പീയൂഷ് മോർദിയയ്ക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഉത്തർപ്രദേശ് സർക്കാർ ആരാധനാലയങ്ങളിൽ ഉച്ചഭാഷിണികളുടെ ഉപയോഗം നിയന്ത്രിക്കാൻ കർശനമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. ആരാധനാലയങ്ങളിലെ ഉച്ചഭാഷിണികളിൽ നിന്നുള്ള ശബ്ദം ആരാധനാലയത്തിന്റെ പരിധിക്ക് പുറത്ത് കേൾക്കരുതെന്നായിരുന്നു ഉത്തരവ്. ഇത് ലംഘിച്ചതായി ആരോപിച്ച് ആയിരക്കണക്കിന് ഉച്ചഭാഷിണികളാണ് സംസ്ഥാനത്തെ ആരാധനാലയങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത്. ഇതിനിടയിൽ ഹോളി ദിനത്തിൽ മുസ്ലിം വിശ്വാസികൾ വീട്ടിലിരിക്കണമെന്ന നിർദ്ദേശം UPക്ക് പിന്നാലെ ബീഹാറിലും വിവാദമായിരുന്നു. നിറങ്ങളുടെ ഉത്സവമായ ഹോളി ഇത്തവണ വെള്ളിയാഴ്ചയാണ്, അതായത് ഇന്ന്. മുസ്ലിം വിശ്വാസികളുടെ പതിവ് വെള്ളിയാഴ്ച പ്രാർത്ഥനയും ഈ ദിവസം തന്നെ നടക്കും. ഈ സാഹചര്യത്തിൽ നിറങ്ങളെ പേടിയുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ ഹോളി ദിനത്തിൽ വീടിനുള്ളിൽ തന്നെ കഴിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംഭാൽ സർക്കിൾ ഇൻസ്പെക്ടർ അനൂജ് കുമാർ രംഗത്തു വന്നിരുന്നു. സർക്കിൾ ഇൻസ്പെക്ടറുടെ നിർദ്ദേശം വിവാദമുണ്ടാക്കിയെങ്കിലും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ളവർ അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് ബീഹാറിലെ BJP MLA ഹരിഭൂഷൺ താക്കൂർ ബച്ചൌളും സമാനമായ നിർദ്ദേശവുമായി രംഗത്തെത്തിയത്. ഇതോടെ BJP നേതാവിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവും RJD അധ്യക്ഷനുമായ തേജസ്വി യാദവും രംഗത്തെത്തി. വിഷയത്തിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ നിലപാട് വ്യക്തമാക്കണമെന്നും വിവാദ പ്രസ്താവന നടത്തിയ MLAക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്നും തേജസ്വി ആവശ്യപ്പെട്ടിരുന്നു. BJP നേതാവിനെ വിമർശിച്ച് കോൺഗ്രസ് MLA ആനന്ദ് ശങ്കറും രംഗത്തെത്തി. പുരാതന കാലത്ത് രാക്ഷസന്മാരായിരുന്നു ഇത്തരം കാര്യത്തിൽ ഇടപെട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ചെയ്യുന്നത് BJPയിലെ ആളുകളാണെന്നായിരുന്നു നേതാവ് തുറന്നടിച്ചത്.